നമുക്ക് തയ്യാറാക്കി എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ടോണർ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത്, നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാം. ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 19 ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ടോണർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു നാച്ചുറൽ ഷാമ്പു ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇപ്പോൾ എൻ്റെ മുടിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം നല്ലൊരു ഷൈനിങ് ആണ് മുടിക്ക്. നമ്മൾ ആ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചാൽ അതേ ഒരു റിസൾട്ട് കിട്ടുന്നുമുണ്ട്, പക്ഷെ എന്താ പറയുക, മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹെയർ ടോണർ തയ്യാറാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യാറാക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കാം. മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത്, നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാക്കായിട്ട് തന്നെ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുവെക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ ടോണർ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം ഞാനിത് അവിടെ 1 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ യൂസിനാണെങ്കിൽ 1 സ്പൂൺ അളവിൽ മതി. നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്ത് വെക്കാനാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എള്ള് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കരിഞ്ജീരകം എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ നിങ്ങൾ എള്ള എടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഈ 2 ഇൻഗ്രീഡിയൻസ് ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് പേരയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഒറ്റ യൂസിന് ഒരു 4-5 എണ്ണമൊക്കെ മതി കേട്ടോ. കുറച്ച് തളിരില കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പേരയില നമുക്ക് ഇതിനകത്തേക്ക് പിച്ചി ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും അകാല നിരയൊക്കെ വരാതിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1.5 ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, നിങ്ങൾക്ക് എത്രമാത്രം ടോണർ വേണോ, നിങ്ങൾക്ക് എത്രമാത്രം പാക്കായിട്ട് വേണോ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്താൽ മതി. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്ത് വെക്കാനൊക്കെ ആണെങ്കിൽ ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുക്കണം, വെള്ളം അതിനനുസരിച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തിളപ്പിക്കുന്ന കാണിക്കുന്നില്ല, ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക. 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആവുന്ന ഒരു സമയം വരെ നന്നായിട്ട് തന്നെ തിളപ്പിക്കുക കേട്ടോ. ഞാനിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇതുപോലത്തെ ഹെയർ ഗ്രോത്ത് വാട്ടറും ടോണറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതിന് കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്ക് ഞെക്കി പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ നിങ്ങൾക്ക് തുണി ഉപയോഗിച്ച് അരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണെങ്കിൽ മാത്രം അരിപ്പ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിത് നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബ്രൗൺ കളറിലൊക്കെയാണ് കേട്ടോ നമുക്കിത് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ടോണറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു ഓയിൽ നമ്മൾ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുന്ന ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടും തേക്കാട്ടോ നിങ്ങൾക്ക് കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം, പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്കിത് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോണർ നമ്മൾ ഇന്ന് പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ കുറച്ച് ഓയിൽ തേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ നാച്ചുറൽ ഷാമ്പു ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു ഡ്രൈനെസ് മുടിക്കുണ്ട്. വലിയ രീതിയിൽ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോഴുള്ള മുടി പൊട്ടിപ്പോകുന്ന പോലത്തെ ഡ്രൈനെസ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മുടിക്ക് ഒരു വോളിയം തോന്നിക്കുന്ന ഒരു ഫീലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കല്ല, നമ്മുടെ ഇന്നത്തെ ടോണർ മുടിയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചാൽ മതി. ഒരുപാട് കൂടിയ അളവിലൊന്നും ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതെടുത്ത് കുറഞ്ഞ അളവിൽ സ്കാൽപ്പിൽ മുടിയിലേക്ക് ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ടോണർ നമ്മൾ ഇന്ന് പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പാക്കായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ല, മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത്, നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്താണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ മാത്രമേ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ നൈറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തേച്ചിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ, കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്കാൽപ്പിൽ മുടിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ടോണറിൻ്റെ കളർ എള്ളുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് എല്ലാ സാധനങ്ങളും
നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ടോണർ തയ്യാറാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ നിങ്ങൾ എള്ള് നിങ്ങളുടെ കയ്യിലില്ല, എള്ള് നിങ്ങൾ ചേർക്കാതെയാണ് ഈ ടോണർ തയ്യാറാക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കളർ കിട്ടില്ല. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു യെല്ലോ കളറിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ കളർ കിട്ടിയില്ല എന്നൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ മുടി തേക്കട്ടെ. മുടി തേക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ മുടിയിൽ തേച്ചാലും നല്ലതാണ്. എങ്ങനെയാണെങ്കിലും സ്കാൽപ്പിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് പാക്കല്ല നമ്മുടെ ടോണർ മൊത്തമായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുടിയിൽ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും തേച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മുടിയിൽ തേക്കണമെങ്കിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി, താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കരുത്. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 19ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ ടോണറാണ് പാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 20ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഹെയർ വാഷ് ചെയ്യാം. പാക്കുകളും കാര്യങ്ങളും ഒന്നും മുടിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മുടി കഴുകുന്നെങ്കിൽ അങ്ങനെ കഴുകിയാൽ മതി. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ തയ്യാറാക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇത്ര അളവിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.